ഹായ്, ഞാൻ ഡോക്ടർ പാർവതി, DermaVue Trivandrത്തെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്റ്റിറോയിഡ് ലേപനങ്ങൾ, അതായത് ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സിൻ്റെ മിസ്യൂസ് അഥവാ ദുരുപയോഗവും അതുമൂലം ഉണ്ടായേക്കാവുന്ന സൈഡ് എഫക്ട്സിനെ പറ്റിയുമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റിറോയിഡ് ക്രീമുകൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. പലതരം ത്വക്ക് രോഗങ്ങൾക്ക് നമ്മളത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഈ സ്റ്റിറോയിഡ് ക്രീമുകളുടെ ദുരുപയോഗം അഥവാ മിസ്യൂസ് ഉണ്ടാകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ വളരെയധികം വർധനവ് വരുന്നതായിട്ടും ഈയിടെയായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റിറോയിഡ് ക്രീമുകളുടെ ദുരുപയോഗം എപ്പോഴൊക്കെയാണ്, ഏത് സന്ദർഭങ്ങളിലാണ് നടക്കുന്നതെന്ന് നമുക്കാദ്യം നോക്കാം. ഒന്നാമത്തെ സന്ദർഭം, നിങ്ങളൊരു ഫെയർനെസ് ക്രീമിന് വേണ്ടി മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. അത് നിങ്ങൾ മുഖത്ത് പുരട്ടുന്നു, നിങ്ങൾ നല്ല ഹാപ്പിയാണ്, കാരണം നിങ്ങൾ നല്ല ഫെയർ ആവുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പതുക്കെ അതിൻ്റെ സൈഡ് എഫക്ട്സ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്രീം സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് പറ്റുന്നില്ല, കാരണം നിങ്ങൾ പഴയതിലും കൂടുതൽ ഡാർക്ക് ആവുകയാണ്, പഴയതിലും കൂടുതൽ സ്കിൻ പ്രോബ്ലംസും നിങ്ങൾക്കുണ്ടാവുകയാണ്. ഇതാണ് ഒന്നാമത്തെ സന്ദർഭം. ഇനി രണ്ടാമത്തെ സന്ദർഭം, നിങ്ങൾക്കൊരു ചൊറിച്ചിലുള്ള പാടുണ്ട്, ഉദാഹരണത്തിന് വട്ടച്ചൊറി. അപ്പോൾ ആ ചൊറിച്ചിലുള്ള പാടിന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു സ്റ്റിറോയിഡ് ലേപനം ഉള്ള ഒരു സ്റ്റിറോയിഡ് കണ്ടൻ്റ് ഉള്ള ഒരു ക്രീം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ക്രീം നിങ്ങൾ ഇടുന്നു, കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ ചൊറിച്ചിൽ നല്ലപോലെ കുറയുന്നു, അതുപോലെ തന്നെ പാടുകളും നന്നായിട്ട് കുറയുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. പക്ഷേ കുറച്ചധികം നാളിത് നിങ്ങൾ ആ ക്രീം ഉപയോഗിക്കുമ്പോൾ ആ സ്റ്റിറോയിഡ് ക്രീമിൻ്റെ സൈഡ് എഫക്ട്സ് പതുക്കെ കണ്ടു തുടങ്ങുന്നു. അതായത് പുതിയ തരം സ്കിൻ പ്രോബ്ലംസ് ആ സൈറ്റിൽ ഉണ്ടാകുന്നു, പഴുതിലും കൂടുതൽ അസഹനീയമായ ചൊറിച്ചിലും നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഇനി മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രിസ്ക്രിപ്ഷനോടുകൂടെ തന്നെ ഒരു സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ഡോക്ടർ പറയുന്നു അത് ഇത്ര ദിവസത്തേക്ക് ഇന്ന സൈറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഡ്യൂറേഷനിൽ കൂടുതൽ ആ മരുന്ന് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു പല സൈറ്റുകളിലും നിങ്ങളത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ പതുക്കെ വീണ്ടും സ്റ്റിറോയിഡ് ക്രീമുകളുടെ സൈഡ് എഫക്ട്സ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സന്ദർഭങ്ങൾ. ഇനി നമുക്ക് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈഡ് എഫക്ട്സിൽ ആദ്യമായിട്ട് വരുന്നത്, നമ്മുടെ സ്കിൻ പതുക്കെ തിന്നാകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതുകൂടാതെ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്ത് എൻലാർജ് ചെയ്ത് അത് സ്കിന്നിൽ കൂടെ കാണുന്ന രീതിയിൽ ബ്ലഡ് വെസൽസ് കണ്ടു തുടങ്ങുന്നു. കൂടാതെ അമിതരോമ വളർച്ച, പലതരം ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, സ്ട്രെച്ച് മാർക്സ് പോലത്തെ പാടുകൾ, വെളുത്തതും കറുത്തതും ചുമന്നതുമായിട്ടുള്ള പലതരം പാടുകളൊക്കെ നിങ്ങൾക്ക് ഈ സ്റ്റിറോയിഡ് ക്രീം അപ്ലൈ ചെയ്ത സ്ഥലത്ത് കാണാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മളിത് കാരണം ഈ സ്റ്റിറോയിഡ് ക്രീം നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പഴയതിലും കൂടുതൽ ഡാർക്ക് ആവുകയും പലപ്പോഴും പലതരം സ്കിൻ പ്രോബ്ലംസ്, ആക്നെ, റൊസീഷ്യ പോലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നതായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതായത് നിങ്ങൾ ആ ക്രീമിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. നിങ്ങൾ ഫിസിക്കലി സൈക്കോളജിക്കലിയും നിങ്ങൾ ആ ക്രീമിൽ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. പിന്നെ അടുത്തതായി നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റിൽ ആദ്യം പറയാനുള്ളത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. അതായത് ഇത് വന്ന് ഭവിച്ച് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇത് പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഒരു മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ കാണുന്ന സ്റ്റിറോയിഡ് കണ്ടൻറ്റുകൾ ക്ലോബെtasol പ്രൊപ്യോണേറ്റ്, ഹാലോബെtasol പ്രൊപ്യോണേറ്റ്, മൊമെറ്റസോൺ, ബെക്ലാമെത്തസോൺ, ബീറ്റമെത്തസോൺ തുടങ്ങിയവയൊക്കെയാണ്. ഇത് പലപ്പോഴും ഒരു സിംഗിൾ ഏജൻ്റായിട്ടായിരിക്കില്ല, മറ്റ് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ഡീപിഗ്മെൻറ്റേഷൻ ക്രീമുകളുടെ കൂടെയായിരിക്കും ഇത് പലപ്പോഴും കോമ്പിനേഷനായിട്ട് കാണപ്പെടുന്നത്. ഇതല്ല, നിങ്ങൾ പ്രിസ്ക്രിപ്ഷനോട് കൂടെയാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിർദ്ദേശിക്കുന്ന പ്രകാരം മാത്രം ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സ്റ്റിറോയിഡ് ക്രീമാണ് ഉപയോഗിച്ചത്, എത്ര നാൾ ഉപയോഗിച്ചു, നിങ്ങളുടെ പ്രായം എത്രയാണ്, എവിടെയൊക്കെ ഉപയോഗിച്ചു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ക്രീമുകളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ട്രീറ്റ് ചെയ്യാൻ പലപ്പോഴും ഒരുപാട് ലോങ് ടേം എടുക്കേണ്ടി വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. കാരണം ഇത് പലപ്പോഴും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്കിൻ ഡാമേജസ് വരെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിറോയിഡ് ലേപനങ്ങളെ പറ്റിയുള്ള, അതിൻ്റെ മിസ്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന, അതായത് പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഉപയോഗിക്കുന്ന ക്രീമുകൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കണ്ടൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക.
ഉണ്ടെങ്കിൽ അത് നിർത്തുക. അഥവാ അതിൻ്റെ സൈഡ് എഫക്ട്സ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ചികിത്സയും എടുക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.